ഫിഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് 200 ദിവസം പഴക്കമുള്ള ഗ്രാൻഡ് വിറ്റാറയുടെ PDA ചെയ്യാനായിട്ടാണ്. ഗ്രാൻഡ് വിറ്റാറിന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 200 ദിവസം പഴക്കമുള്ള ഗ്രാൻഡ് വിറ്റാറ PDA ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ മെയ് മാസത്തിൽ മാനുഫാക്ചർ ചെയ്തതാണ് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു സെക്കൻഡ് ബാഗ് വാഹനമായിട്ട് അത് മാറും. നമുക്ക് എടുത്തു വരേണ്ട കാര്യം, നമുക്ക് ഈ വർഷങ്ങളിലും എല്ലാം നമുക്ക് PDA ചെയ്ത് നമുക്ക് പ്രത്യേകിച്ച് പാനോഗ്രാഫ്സ് തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഈ ഡോർ തുറക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇവിടെ നമുക്ക് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. SSE മെയ് മാസത്തിൽ മാനുഫാക്ചർ ചെയ്ത വാഹനം ഡോർ ഗാർഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഇനി നമ്മുടെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടോ നമുക്ക് വൈറ്റ് ഫിനിഷിൽ ഒരു SSE മെയ് മാനുഫാക്ചർ ചെയ്ത വാഹനമായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എൻജിനിൽ വേറെ പ്രത്യേകിച്ച് നോയ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല, സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട്. ഇനി നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ചെളി പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. സ്കിപ്പ് ലൈറ്റിൽ ചെറിയൊരു സ്ക്രാച്ച് പിടിച്ചിരിക്കുന്നത് കാണാം. ഇനി നമ്മുടെ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ബ്ലാക്ക് സ്റ്റിക്കർ പോലത്തെ ഒരു ഗ്രിപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗം അവർ ഡെലിവറി ടൈമിൽ അവർ എടുത്തു തരും. ഇനി റൂഫ് ആണെങ്കിൽ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. ഇനി പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ നമുക്ക് സ്പെയർ വീല് ഒഴിവാക്കിയിട്ടുണ്ട്. സ്പെയർ വീല് കാര്യങ്ങളും തന്നെ അവർ വേണ്ടാന്ന് വെച്ചു. ഇനി നമ്മുടെ ഇൻ്ററിലേക്ക് കയറുമ്പോൾ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ സൈഡിൽ നമുക്ക് ബ്രൗൺ ഫിനിഷിൽ ഡാഷ്ബോർഡ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ചെളി പിടിച്ചിരിക്കുന്നത് അവർ കാണാനായിട്ട് പറ്റും. ഇനി അകത്തേക്ക് കയറിയിരുന്നാൽ നമുക്ക് ഇൻ്ററിലേക്ക് നമുക്ക് വേറെ പ്രത്യേകിച്ച് AC കൂളിങ്ങോ വേറെ എൻജിൻ്റെ വൈബ്രേഷനോ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇൻസ്ട്രോ ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് വന്നാൽ നമുക്ക് വാഹനം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ലോ ഫ്യൂവലിൻ്റെ വാർണിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇൻഫോടൈം സ്ക്രീനിൽ ലോ ഫ്യൂവൽ വാർണിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് AC കൂളിങ്ങിനോ കാര്യങ്ങളോ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. AC കൂളിങ് വേറെ പ്രത്യേകിച്ച് ചൂടോ കാര്യങ്ങളൊന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല. ഇനി നമ്മുടെ കീയിൽ വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു പഴയ കീ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്ക് സീറ്റ് ചെറിയൊരു ചെളി കുഞ്ഞൊരു ചെളി പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഗ്രാൻഡ് വിറ്റാറിനെ PDA ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഗ്രാൻഡ് വിറ്റാറിൽ നിങ്ങൾക്ക് അവർ PDA ചെയ്യുമ്പോൾ നമുക്ക് മാനുഫാക്ചർ ചെയ്ത വാഹനം ടയറിൽ മാനുഫാക്ചർ ചെയ്തത് 1625 മാനുഫാക്ചർ ചെയ്ത വാഹനമാണ് ഗ്രാൻഡ് വിറ്റാറ. 200 ദിവസം പഴക്കമുള്ള ഗ്രാൻഡ് വിറ്റാറ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഗ്രാൻഡ് വിറ്റാറിന് നിങ്ങൾക്ക് എൻജിനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അകത്ത് വരുന്നില്ല. ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ആണെങ്കിൽ ഒരു വേരിലും നമുക്ക് സ്പെയർ വീല് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമ്മൾ എടുത്തു വരേണ്ട കാര്യം, നിങ്ങൾക്ക് PDA ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അവർ പേപ്പറിൽ നിങ്ങൾക്ക് എഴുതി തരും PDA ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, അവരെന്തൊക്കെ ചെയ്തു തരും. അവർ വേറെ PDA ചെയ്ത കാര്യങ്ങളകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ എടുത്തു വരേണ്ട കാര്യം, നമുക്ക് PDA ചെയ്തപ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലായി, നമുക്ക് കീയിലെ സെൻറ്ററിൽ അതിൽ കീ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലേ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഡോർ പാഡിൽ നമുക്ക് SSE മെയിൽ മാനുഫാക്ചർ ചെയ്ത വാഹനമാണ് ഡെൽറ്റ പ്ലസ് സ്ട്രോങ് ഹൈബ്രിഡ്. ഇനി നമ്മുടെ എടുത്തു വരേണ്ട കാര്യം, PDA ചെയ്തപ്പോൾ നമുക്ക് ടയർ സൈസിൽ നമുക്ക് എന്തുകൊണ്ടോ എനിക്ക് വീൽ കപ്പ് കാര്യങ്ങളൊന്നും ഡെലിവറി ടൈമിൽ അവർ കൊടുക്കും. ഇനി നമ്മുടെ PDA ചെയ്തപ്പോൾ നമുക്ക് ഗ്രാൻഡ് വിറ്റാറിൽ നിങ്ങൾക്ക് PDA ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും, ഏകദേശം ഒരു ടയർ സൈസ് നമുക്ക് 15/60-16 എങ്ങോട്ടാണ് ടയറിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്.
ഇനി ഗ്രാൻഡ് വിറ്റാറിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുക്കിങ്ങും ഡെൽറ്റ പ്ലസ് സ്ട്രോങ് ഹൈബ്രിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും PDA ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാറ വേണമെങ്കിൽ ഡെൽറ്റ പ്ലസ് തന്നെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രാൻഡ് വിറ്റാറിൽ നിങ്ങൾക്ക് PDA ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് TPMS ഒക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലേ, നമ്മൾ ക്ലസ്റ്റർ ലോ ഫ്യൂൽ വാർണിങ്സിനൊക്കെ അവർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോർ മോർ ഇൻഫർമേഷൻസിൽ അവരെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ നമുക്ക് ബൈ ബൈ.